സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിച്ചില്ലെങ്കിലും ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന ഇന്തോനേഷ്യൻ ഗെയിം നമ്മുടെ ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. ഇതാണ് നമ്മുടെ ട്രക്ക്. ഫ്രണ്ടിൽ നോക്കിയ ചെറിയ ട്രക്കാണ്, പക്ഷേ ഇനി പിക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. അതാണ് ഞാൻ എൻ്റെ അലോയ്സ് ഒക്കെ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഈ ഡ്രൈവറിൻ്റെ ഡാൻസ് ഒന്ന് കാണിച്ചു തരാവേ. ഇതിൻ്റെ ക്യാമറ ആംഗിൾ ഒന്ന് മാറ്റിയിട്ട്. നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത് ഡാൻസാണ്. ഇങ്ങനൊരു ഡാൻസാണ്, ഇങ്ങനൊരു ഡാൻസാണ്. നമുക്ക് എന്തായാലും വണ്ടി കയറാം. പറഞ്ഞ് മിണ്ടി സമയം കളയുന്നില്ല. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇത്ര റിയലിസ്റ്റിക് സൗണ്ടാണ്. ഇതൊരുമാതിരി വലിയ ട്രക്കിൻ്റെ സൗണ്ട് ആയി പോയാലും കുഴപ്പമില്ല. ഇന്നത്തെ പൊടിയും ഇത് അല്ലാതെ സൗണ്ടെന്ന് പറയുന്നൊരു എസിൻ്റെ സൗണ്ടാണ്. നമുക്ക് പോകണ്ടെന്ന് പറഞ്ഞൊരു ഫാക്ടറിയിലേക്കാണ്. അവിടെ നിന്ന് വുഡ് എടുത്തിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ സൈഡിൽ കൊണ്ട് കൊടുക്കണം. ഫ്രണ്ട് ഫോർച്യൂൺ ട്രക്കൊക്കെ പോകുന്നുണ്ട്, അവിടെ ഇപ്പോൾ പിടിക്കണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഹെൽത്തൊന്നും കുറയില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സൈഡിൽ ട്രക്കൊക്കെ പോകുന്നുണ്ടല്ലോ. പിന്നെ ഇവരൊക്കെ 80-ലൊക്കെ ആട്ടോ പോകുന്നത്. രണ്ട് ബസ് യൂണിറ്റിൻ്റെ രക്ഷയെ പോലെ 70-ലൊന്നുമല്ല. ഫ്രണ്ടിൽ ട്രാഫിക് ലൈറ്റ് ഉണ്ട്, അത് നമ്മൾ കാര്യമാക്കത്തില്ല. നമ്മൾ അതും കടന്നു പോകും. അങ്ങനെയാണ് നമുക്ക് നേരെയായിരുന്നു പോകണ്ടേ. ഞാൻ എന്തായാലും ഇങ്ങോട്ടെടുത്ത് പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മാപ്പിംഗ് കാണിച്ച് ഞാൻ ആ വഴി പോയി. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് വന്ന് കാണുമ്പോൾ ഈ റോഡൊന്ന് ക്രോസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഇതെന്താണ് ഇത് വൺ വേ ആണല്ലോ. ഇതിലെ കൊണ്ട് ഇവരെന്നെ കൊണ്ടുപോകുന്നയ്യോ. നമുക്ക് ഈ വഴി കയറി. ഇത് വൺ വേ ആയിരിക്കും. അല്ലത് വൺ വേ അല്ല. ആ ഫ്രണ്ടിൽ അങ്ങനെ ടിപ്പറോ ടാങ്കറോ എന്നാണ്ട് പോകുന്നുണ്ട്. കോമറ്റാന്ന് തോന്നുന്നില്ല, ടിപ്പറാണ്. നമ്മൾ നേരത്തെ കണ്ട നീല ടിപ്പർ അത് തന്നെയാണ്. അപ്പോൾ ഇതിനെ ഇവിടെ സെക്രട്ടേറിയറ്റ് ഇന്തോനേഷ്യയുടെ ഫ്ലാഗൊക്കെ വെച്ചേക്കുന്നു. അപ്പോൾ ഇനി കുറച്ചാകുമ്പോഴത്തേക്കും വുഡ് ഫാക്ടറി എത്തുമ്പോൾ നമുക്ക് കാണാം. ശരി ഗൈസ്, അതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ കുറച്ച് നാളത്തേക്ക് ഈ ചാനലിൽ വീഡിയോ ഇടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കുമല്ലേ, ഫുൾ ഇതായിരിക്കും, പഠിത്തമായിരിക്കും. പഠിത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് പഠിത്തമൊന്നുമില്ല. എന്നാലും ഞാൻ വൺ വേ കയറി. അപ്പോൾ റോങ് സൈഡ് കയറി. നമുക്ക് അതിലേക്ക് എടുക്കാം. പറഞ്ഞൊന്ന് കുറച്ച് നാളത്തേക്ക് വീഡിയോ കാണത്തില്ല, കാരണം സ്കൂളൊക്കെ തുറന്നത്. ഫാക്ടറി ആ സ്ഥലത്തെത്തിയിട്ട് കാണാവേ. ഇവരൊക്കെ ഒന്ന് മാറട്ടെ എന്നതാണ്. ഇപ്പോൾ കട്ട് ചെയ്യണ്ട, കുറച്ചുണ്ട് കട്ട് ചെയ്യാം. ഇപ്പം എന്താ ഞാൻ കട്ട് ചെയ്യുന്നില്ലല്ലേ, എനിക്ക് ബോറടിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് കളിച്ച്. നമ്മുടെ ഫ്രണ്ട് പിക്കപ്പ് പോകുന്നുണ്ടല്ലോ, ബൈക്കുകാരനെ എടുത്ത് തെറപ്പിച്ചിട്ട് പോകും. മാറടാം മൊന്നേഴ്സേ. ഇവരെല്ലാം 80-ലാണ് പോകുന്നത്. ഇപ്പം എനിക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇവനെ അയാൾ പോയി, നമ്മുടെ പുറകിലായി പോയി. അതേ കേട്ടോ, ഈ ട്രക്കുകാരനോട് വേണ്ട. ഹലോ ചേട്ടായി, ഹലോ ചേട്ടായി, കാണണോ? ചേട്ടൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ട്രാഫിക് ഗ്രീനായിട്ടുണ്ട്, നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുവാണ്. നമ്മൾ വുഡ് ഫാക്ടറി എത്തിയിട്ടുണ്ട്. എത്തിയിട്ടെന്നല്ല, ഭാഗത്തെത്തി, പരിസരത്തെത്തി. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ആ സൈഡിൽ കാണുമായിരിക്കും, ലെഫ്റ്റ് സൈഡിൽ കാണുമായിരിക്കും വുഡ് ഫാക്ടറി. ആ ട്രക്ക് കിടപ്പുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് തിരിയണം. അങ്ങോട്ട് വഴിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞാൽ പറ്റൂ. ഓക്കെ, ഭയങ്കര കുടുക്കമാണല്ലോ. അയ്യോ, കുടുക്കമാണെന്നും പറഞ്ഞു ഞാൻ ഫുൾ ഇതാട്ടോ. ഈ വഴിയാണോ ഈ വഴിയാണോ ഈ വഴിയോ? അല്ല 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 അല്ല, ആ വഴിയായിരുന്നു. നേരത്തെ പറഞ്ഞ് കുടുക്കമായതുകൊണ്ട് ഫുള്ള് കൺഫ്യൂഷൻ ആണ്. അത് ശരിക്കും വൺ വേ ആയതുകൊണ്ടാണ്. നമുക്ക് ആ സൈഡിൽ കൂടെ ആയതുകൊണ്ടുണ്ട്. ഇത് ഞാൻ വേറെ ഏതോ കുടുക്ക വഴി കൂടെയാണ് പോകുന്നത്. ഞാൻ കുടുക്കമുള്ള വഴി കൂടെയാണ്. അപ്പോൾ നമുക്ക് അതിലെ കൂടെ എടുത്തുകൊണ്ട് പോടാം. എൻ്റെ അമ്മച്ചി, അപ്പം മഴ തീർന്നല്ലോ. വൈപ്പർ ഓഫ് ആക്കാം. ഇവിടെ നല്ല കുടുക്കവാ. ഇവർക്കൊക്കെ ഈ റോഡൊന്ന് ടാർ ചെയ്തൂല്ലേ. നമ്മളാണ്ട് വുഡ് ഫാക്ടറി എത്തി. എൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പോയി കയറ്റാം. സ്ഥലമെത്തി. ഇവിടെ നിർത്താം. നമ്മൾ വുഡൊക്കെ കയറ്റി. നമുക്കിനി പലിമണൻ എന്ന് പറഞ്ഞ ഏതാണ്ട് സ്ഥലത്താണ് പോകുന്നത്.
ഞാൻ ഒരു ഹെൽത്ത് പോലും കുറയ്ക്കാണ്ട് കൊണ്ടുവന്നായിരുന്നു. ഇപ്പം എല്ലാം പോയി. ഇനി പറഞ്ഞ കാര്യമില്ല, എൻ്റെ അഹങ്കാരം തന്നെയായിരുന്നു. എന്നിട്ട് കേടായിരുന്നു. അതുകൊണ്ട് ആ സിറ്റിയുടെ ആ നടുക്കേറി ഇരുന്നാൽ മതിയായിരുന്നു. ഇപ്പാണ്ട് ഗതിയായി. ഇവിടെയൊക്കെ ചളഞ്ഞ് എൻ്റെ നമുക്ക് ഇനിയും ഫ്രണ്ടിലേക്ക് പോകാനുള്ളതാണ്. എൻ്റെ മിറർ വരെയുണ്ട്, താന്നു പോയി. എന്നാലും മിറർ കാണുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, ആധാരാണ് എന്നെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നത്. ആ റൈറ്റ് മിറർ നോക്കിയാണ്ട് എടുത്ത് എൻ്റെ അമ്മച്ചി ഇപ്പം അവിടെ എൻ്റെ അമ്മച്ചി ഷോ നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് വീണ്ടും പോയാൽ തോന്നുന്നു. പിന്നെയൊക്കെ എന്നാ നോക്കിയാണ് ആടാ പുറകെ കൊണ്ടിടിച്ച്. അതുകൊണ്ട് 84 ഹെൽത്തോ. ഇവനാണ് ഈ വാനുകാരന് റിവേഴ്സ് എടുത്തുകൂടെ. ഇനിയിപ്പോൾ പറഞ്ഞ കാര്യമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് പോകണം. ഞാനൊരു ഹെൽത്ത് പോലും കുറയ്ക്കാണ്ട് കൊണ്ടുവന്നായിരുന്നു. വേണ്ടേ ഇപ്പം എന്തായി? ട്രക്കുകാരൻ കൊണ്ട് ഈ ബസ്സിൽ കൊണ്ട് ഇടിച്ചപ്പോഴത്തേക്കും നമുക്കാണ് പണി കിട്ടിയത്. നമ്മുടെ ഹെൽത്ത് കുറേ പോയി. ആദ്യം നമ്മുടെ ഹെൽത്ത് പോയത് എൻ്റെ അഹങ്കാരം, രണ്ടാമത് 2% ഹെൽത്ത് പോയത് അത് ട്രക്കുകാരൻ തന്നെയാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സ്ഥലം എത്താറായതാണ്ടേ അവിടെ കൺസ്ട്രക്ഷൻ സൈറ്റ് കാണാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യുക. എനിക്ക് നിർബന്ധമില്ല, എനിക്ക് ചെയ്യണമെന്നാണ്. എന്നെ പറ്റി കൺസ്ട്രക്ഷൻ സൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണോ? ഇവിടെ തന്നെ ബിൽഡിംഗ് തന്നെ പണിയുവാൻ തോന്നുന്നു. അതാണ്ട് കണ്ടില്ലേ. ഒരു പുതിയൊരു വീഡിയോ കാണാം. ബൈ.